ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് കണ്ടീഷണൽ ഫോമാറ്റിംഗ്, ആഡിങ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, ആഡിങ് ടെക്സ്റ്റ് ബോക്സ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഓരോന്നും എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ എക്സൽ ഷീറ്റിൽ പോയി കണ്ടീഷണൽ ഫോമാറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എക്സൽ ഷീറ്റ്. ഇതിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് 3 സബ്ജക്റ്റിന്റെ മാർക്കുണ്ട്. അതിന്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടൽ മാർക്ക് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ടീഷണൽ ഫോമാറ്റിംഗ് അപ്ലൈ ചെയ്യണം. കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫോമാറ്റിംഗ് ഓപ്ഷൻസ് പറഞ്ഞപ്പോൾ നമുക്കറിയാം. ഇതിനകത്ത് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്തിരുന്നു. പിന്നെ ഇത് നമ്മൾ ടൈംസ് ന്യൂ റോമൻ ഫോണ്ടിലേക്കൊക്കെ മാറ്റി. അതൊക്കെ ഫോമാറ്റിംഗ് ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് ആണല്ലോ. സോ കളർ ചേഞ്ച് ചെയ്തു, സൈസ് മാറ്റി, ഇങ്ങനെയുള്ള ഫോമാറ്റിംഗ് എല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ആണ്. കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്ത് ആ സെല്ലിനകത്ത്, ആ റേഞ്ചിനകത്ത് ഏതെങ്കിലുമൊക്കെ സെൽസിന് നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ഫോർമാറ്റ് ചെയ്യണം. അതായത് ഇത്ര വാല്യൂവിന് മുകളിലുള്ളതിന് ഒരു കളറ്, ഇൻ ബിറ്റ്വീൻ വേറൊരു വാല്യൂ വരുന്നത് വേറൊരു കളറ്, ആ രീതിയിൽ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ആ സെല്ലുകൾക്ക് കളർ കൊടുത്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊന്ന് തിരിച്ചറിയാൻ പാകത്തിനാക്കാൻ വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഫോർമാറ്റിംഗ് ആണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ മാർക്കിന്റെ കോളത്തിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ടോട്ടൽ മാർക്കിനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് എത്രത്തോളം സെല്ലിനാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ സെല്ലുകൾ ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഹോം ടാബില് സ്റ്റൈൽസ് ഗ്രൂപ്പിനകത്ത് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഞാൻ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എടുത്തു. ഈ ഹൈലൈറ്റ് സെൽസ് റൂൾസ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എനിക്ക് 200 എബവ് ഉള്ളവരെ ഒരു കളറിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണണം. സോ ഗ്രേറ്റർ ദാൻ 200 എബവ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഗ്രേറ്റർ ദാൻ 200 എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 200 അതെങ്ങനെ ഫോമാറ്റ് ചെയ്യണം? ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ആദ്യത്തേത് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പൊ നമ്മളുടെ ആ റേഞ്ച് ഓഫ് സെൽസ്, അതായത് 200 എബവ് വാല്യൂസ് വരുന്ന അത്രയും ഇത് ഒരു റെഡ് കളറിൽ ഫില്ല് ചെയ്തു വന്നു. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് 200 താഴെയുള്ളതും 150 എബവ് ഉള്ളതും, അതായത് 150 മുതൽ 199 വരെയുള്ളതിന് നമ്മൾ വേറൊരു കളർ കൊടുത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യണം. സോ കണ്ടീഷണൽ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം റേഞ്ച് ഞാൻ സെലക്ഷൻ മാറ്റിയിട്ടില്ല. ഹൈലൈറ്റ് സെൽസ് ബിറ്റ്വീൻ, ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂസ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ ബിറ്റ്വീൻ ഏത് വാല്യൂസ് ആണ് കൊടുക്കുക. 150 എബവ് വേണം, 199ൽ താഴെയുള്ളതുമാണ് വേണ്ടത്. സോ 150 ആൻഡ് 199. അത് ഏത് തരത്തിലാണ്? നമുക്ക് വേറൊരു കളർ സെലക്ട് ചെയ്യാം. അതിന് ഞാൻ യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് എടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെൽസ് ആ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് 150 ബിലോ വരുന്നത്, അതായത് 150 ഉള്ളത് നമ്മൾ ഇതിനകത്ത് യെല്ലോയിൽ പെടുത്തിയിട്ടുണ്ട്. സോ ഒരു 149 ആൻഡ് താഴേക്ക്, അതായത് ലെസ് ദാൻ 150 എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ലെസ് ദാൻ 150 വരുന്നതിന് നമുക്ക് വേറൊരു കളർ. സോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽസ് ലെസ് ദാൻ 150. 150ൽ താഴെ വരുന്നതിന് വേറെ ഒരു കളർ നമുക്ക് എടുക്കാം, ഗ്രീൻ എടുക്കാം, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും സെൽസിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തത് നമ്മൾ. ഈ സെയിം ഇതുപോലെയുള്ള നമുക്ക് വേറെ കണ്ടീഷൻസ് ഇവിടെയും അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മളുടെ ഇത്രയും സെൽസിൽ ഞാൻ ഒരു എബവ് 60 വരുന്നത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് പല കണ്ടീഷൻസ് വേണ്ട, ജസ്റ്റ് ഹൈലൈറ്റ് സെൽസ് ഗ്രേറ്റർ ദാൻ 60 ആണ് അവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന വാല്യൂ. 60 ലൈറ്റ് റെഡ് ഫിൽ ആയിക്കോട്ടെ, ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, കണ്ടീഷൻസ് സെലക്ട് ചെയ്ത് ഫോർമാറ്റിംഗ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാം.
ഇതിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ക്ലിയർ ചെയ്ത് കളയണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും, അപ്പം എവിടെ ഞാൻ കുറച്ച് രണ്ട് തരത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഒന്ന്, ഞാൻ ഇത്രയും സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ തന്നെ പോയി ക്ലിയർ റൂൾസ് എടുക്കുക. ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസും ഉണ്ട്, ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റും ഉണ്ട്. ഞാൻ കുറച്ച് സെല്ല് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പോൾ ആ സെല്ലുകളിലെ മാത്രം റൂള് ക്ലിയർ ആയിപ്പോയി. നമ്മൾ അപ്ലൈ ചെയ്ത കണ്ടീഷൻ ഫോർമാറ്റിംഗ് ക്ലിയർ ആയി. പക്ഷെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാത്ത സെല്ലിലൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി അൺഡു ചെയ്ത് ഫുൾ ഞാൻ കളഞ്ഞത്, ക്യാൻസൽ ചെയ്തത് ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ ഇത് തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ പോയിട്ട് ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ് എടുത്താൽ നമുക്കതിനെ തിരിച്ച് പഴയ നമ്മളുടെ ഒരു കണ്ടീഷനും അപ്ലൈ ചെയ്യാത്ത രീതിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ ഒന്നും കൂടി അൺഡു ചെയ്ത് പഴയ പോലെ കൊണ്ടുവരികയാണ്. ഇനി എനിക്ക് ഈ സെൽസ് മാത്രം ക്ലിയർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ് എടുത്തു. അപ്പം ആ സെല്ല് മാത്രം ക്ലിയർ ആയി. ആ സെല്ലിന്റെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് മാത്രം ക്ലിയർ ആവും. സെല്ലിൽ ബാക്കി കണ്ടൻസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും, ഒന്നിനും മാറ്റമില്ല. ആ ഫോർമാറ്റിംഗ് നമ്മൾ കൊടുത്തത് മാത്രം ക്ലിയർ ആയി പഴയ പോലെയാവും. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഇതിപ്പോ നമ്മളുടെ റെഡ് കളർ വന്നേക്കുന്നത് അടുത്തടുത്ത് കുറെ സെല്ല്, യെല്ലോ അടുത്തടുത്ത്, പിന്നെ ഗ്രീൻ, ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിപ്പോ നമ്മൾ നേരത്തെ എപ്പോഴോ സോർട്ട് ചെയ്തപ്പോൾ ഈ ഓർഡറിൽ കിടക്കുന്നതാണ്. പക്ഷെ അങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അങ്ങനെ സോർട്ടഡ് ഓർഡർ ആവണം എന്നൊന്നുമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ ഈ ഫസ്റ്റ് സെല്ലിന്റെ വാല്യൂ നമുക്ക് കുറച്ച് താത്തി കൊടുക്കാം. 21. ഇപ്പൊ 201 വന്നു, പക്ഷെ കളർ മാറിയില്ല. കാരണം 200 ആൻഡ് അബവ് നമ്മൾ ഈ റെഡ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കുറച്ച് ആ സെല്ലും കൂടി മാറ്റി. അപ്പൊ അതിന്റെ വാല്യൂ താന്നു, അന്നേരം അത് 150 ബിലോ ആയി. സോ ഗ്രീൻ കളറിലേക്ക് മാറി. ഇനി ഞാൻ ഇവിടെ ഈ 186ന്റെ വാല്യൂ നമുക്കൊന്ന് കുറച്ചും കൂടി കൂട്ടി കൊടുത്ത് ഒരു 65 ആക്കി. അപ്പൊ 76 ഇവിടെ 186. അതിൽ ഫോർമുല A7 + B, അതിനകത്തെ ഫോർമുല തെറ്റാണ്. A7 + B8 + C8. അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് A3 + B3 + C3 ആണ്. ജസ്റ്റ് ഒന്ന് ഓട്ടോ ഫിൽ ചെയ്താൽ മതി. ഓട്ടോ ഫിൽ ചെയ്താൽ എല്ലാത്തിലെയും കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഇപ്പോഴാണ് നമ്മളുടെ ടോട്ടൽ വാല്യൂസ് കറക്റ്റ് ആയത്. ഇടയ്ക്ക് എപ്പോഴോ അതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്ന് വാല്യൂസ് മാറിപ്പോയിരുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മളുടെ ഇപ്പൊ സെല്ല് നോക്കിയാൽ അറിയാം, അടുത്തടുത്ത സെല്ലിൽ വരണം എന്നൊന്നുമില്ല. കണ്ടീഷൻസ് ഏതൊക്കെ സെല്ലിന് കറക്റ്റ് ആകുന്നോ ആ സെല്ലിൽ നമ്മൾ ഏത് ഫോർമാറ്റാണോ അപ്ലൈ ചെയ്ത് ആ ഫോർമാറ്റ് ആയിരിക്കും വരിക. ഇതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പറയാനുള്ളത് ആഡിങ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണ്. അപ്പോൾ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിനകത്ത് നമുക്ക് ഹെഡിങ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, ABC കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഇനി ഹെഡർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഇങ്ങനെയുള്ള ഹെഡിങ് അല്ല. നമുക്ക് സപ്പോസ് നമ്മളുടെ കണ്ടന്റ് ഒരു 10 പേജസിൽ കിടക്കുന്നുണ്ട്. ഈ 10 പേജിൽ നമുക്ക് സെയിം ഹെഡിങ് വേണം. അതായത് ഹെഡർ എപ്പോഴും അപ്പിയർ വരുന്നത് ജസ്റ്റ് ബിലോ ദ ടോപ്പ് മാർജിൻ. ടോപ്പ് മാർജിന്റെ തൊട്ട് താഴെയായിട്ട് ചേർന്നിട്ടാണ് ഹെഡർ വരിക. അതുപോലെ തന്നെ ഫൂട്ടർ ആണെങ്കിൽ ജസ്റ്റ് എബവ് ദ ബോട്ടം മാർജിൻ ആയിരിക്കും വരിക. നമുക്കൊന്ന് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ കൊടുത്തു നോക്കാം. അതിനുള്ളത് ഇൻസേർട്ട് ടാബില് ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ എടുക്കുക. അപ്പം ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ എടുത്തപ്പോൾ നമ്മളുടെ ഹെഡിങ്ങിന് മുകളിലായിട്ട് ഈ പോർഷൻ മാർജിന്റെ അവിടെയായിട്ടാണ് വരിക. അതിന്റെ 3 സെക്ഷൻ ആയിട്ടാണ് തന്നേക്കുന്നത്. ഈ 3 സെക്ഷനിൽ നമുക്ക് ഓരോ സെക്ഷനിലും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഞാനിപ്പോൾ സെന്റർ പോർഷനിൽ തന്നെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. സോ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്
ടൈപ്പ് ചെയ്തു. റൈറ്റ് സൈഡിലേക്ക് ഞാൻ മാറി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോണ്ടെക്സ്റ്റുവൽ ടാബ് കാണാം. നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ അപ്ലൈ ചെയ്ത സമയത്ത് ആക്റ്റീവായി വന്ന ഒരു ടാബ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് പേജ് നമ്പർ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ കേഴ്സർ ഇരിക്കുന്നുണ്ട്, പേജ് നമ്പർ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ആ പേജ് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ പേജ് നമ്പർ കാണാം. ഇപ്പോൾ ഹെഡർ സെക്ഷനിൽ ഞാൻ 2 കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. ഇനി ഫൂട്ടർ സെക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരിക. താഴെ വരുമ്പം ഇതിനകത്ത് നമുക്ക് ഫൂട്ടർ കാണാം. താഴത്തെ പോർഷനിൽ ഫൂട്ടർ ഉണ്ട്. ഫൂട്ടറും ഇതുപോലെ 3 പോർഷൻസ് ആയിട്ടായിരിക്കും കാണിക്കുക. അതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത്, നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതിൽ ഞാൻ പേജ് നമ്പർ നമ്മൾ മുകളിൽ കൊടുത്തു, കറന്റ് ഡേറ്റ് കൊടുത്തു. സെൻറ്റർ പോർഷനിൽ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. റൈറ്റ് പോർഷനിലേക്ക് ഞാൻ ടൈമാണ് കൊടുത്തത്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഫയൽ പ്രിന്റ് എടുത്താൽ നമുക്ക് പ്രിവ്യൂ കാണാം. നമ്മളുടെ പേപ്പറിൽ ഫസ്റ്റ് നമുക്ക് ആകെ ഒരു പേജേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ കൊടുത്ത ഹെഡർ വന്നു, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഹെഡർ വന്നു, പേജ് നമ്പർ വന്നിട്ടുണ്ട്, താഴെയായിട്ട് ഡേറ്റ്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡേറ്റ് കൊടുത്തത്, റൈറ്റ് സൈഡിൽ ടൈം കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിനകത്ത് ഈ കണ്ടന്റ് ആകെ ഒരു പേജിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് പേജിലും ഇവിടെ അല്ലെങ്കിൽ ഈ പേജിലും കൂടി ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഞാനപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കുറച്ച് ഓട്ടോ ഫിൽ ചെയ്ത്, എന്തെങ്കിലും മാറ്റർ ഉണ്ടാവാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഞാനതിനെ ഒന്ന് ഓട്ടോ ഫിൽ ചെയ്ത് ജസ്റ്റ് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിവ്യൂ എടുക്കുമ്പോൾ കാണാൻ പറ്റും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഫയൽ എടുത്ത് പ്രിന്റ്. ഇവിടെ ഇത് നമ്മളുടെ ഫസ്റ്റ് പേജ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടതാണ്. ഹെഡിങ് നമ്മൾ ഹെഡർ പാർട്ടി കൊടുത്തതുണ്ട്, ഫൂട്ടറിൽ കൊടുത്ത ഡേറ്റും ടൈമും ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് 1 of 2 കാണിക്കുന്നുണ്ട്. സോ 2 പേജസ് നമുക്കുണ്ട്. ആ 2 പേജസിൽ സെക്കൻഡ് പേജിൽ നമ്മളുടെ ഹെഡർ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഞാനൊന്ന് നെക്സ്റ്റ് പേജിലേക്ക് പോയി നോക്കാം. ഇവിടെ നമ്മളുടെ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നുള്ളതും പേജ് നമ്പർ 2 ആയിട്ടുണ്ട്, ഡേറ്റ് താഴെ വന്നിട്ടുണ്ട്, ടൈം താഴെ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ വരുന്നത്. അപ്പൊ ഹെഡർ ആൻഡ് ഫൂട്ടറിന്റെ പ്രത്യേകത, ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്യുക. അപ്പൊ ഹെഡർ ആൻഡ് ഫൂട്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹെഡർ അപ്പിയർ ചെയ്യുന്നത് ജസ്റ്റ് ബിലോ ദ ടോപ്പ് മാർജിനും ഫൂട്ടർ വരുന്നത് ജസ്റ്റ് എബവ് ദ ബോട്ടം മാർജിനും ആയിരിക്കും. പിന്നെ അത് എല്ലാ പേജിലും ഓൾ പേജസിൽ ഡിസ്പ്ലേ ചെയ്യും എന്നുള്ള കാര്യം കൂടി. ഓൾ പേജസ് ഓഫ് ദ ഡോക്യുമെന്റ് നമുക്ക് ഹെഡറും ഫൂട്ടറും കാണാൻ പറ്റും. സെയിം ഒറ്റ പേജിൽ അപ്ലൈ ചെയ്താൽ എല്ലാ പേജിലും കാണാൻ പറ്റും. അതാണ് ഹെഡർ ആൻഡ് ഫൂട്ടറിന്റെ അഡ്വാൻറ്റേജസ്. കാണാനും പ്രിന്റ് എടുക്കുമ്പോഴും വരും. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാനുള്ള പോയിന്റ് ആഡിങ് ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എക്സൽ ഷീറ്റിലോ എവിടെ എന്താ ആഡ് ചെയ്യണമെങ്കിൽ അതിന് അതും ഇൻസേർട്ടിൽ തന്നെയാണ്. ഹെഡർ ആൻഡ് ഫൂട്ടറിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ തന്നെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സ് എടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ ടൈപ്പ് ചെയ്യുന്ന മാറ്ററിനെ നമുക്ക് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതാണ് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെക്സ്റ്റ് ബോക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എവിടേക്ക് വേണമെങ്കിലും നമുക്ക് അതിനെ മൂവ് ചെയ്ത് എവിടെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനാണ് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പ്രാക്ടിക്കൽ എക്സാമിനും ചോദിക്കുന്നതാണ്, തിയറിക്കും ചോദിക്കാറുണ്ട്. തിയറിക്ക് പിന്നെ എല്ലാം ചോദിക്കും. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് പ്രാക്ടിക്കൽ എക്സാമിന് മിക്കവാറും ചോദിച്ച് കാണുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാം. ഓക്കെ, താങ്ക് യു.